ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അപ്പൊ ജിബിൻ പറയുന്ന വിനീത കേസ് പൂർണ്ണമായും വിട്ടു എന്നാണോ? അതെ സർ, ആ തറവാട് വീടുമായിട്ട് അവിടുത്തെ ആ സ്ത്രീയായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. തെളിവുകളൊന്നും ഇല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരായ സ്ത്രീകളുടെ മിസ്സിങ്ങിനെ കുറിച്ചും പിന്നെ സെയിൽസിനായി ചെന്ന ഒരു സ്ത്രീയുടെ മിസ്സിങ്ങിനെ കുറിച്ചും ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് സംശയം. വിനീത് എന്തൊക്കെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ച ആ കേസിൽ കുറെ പുരോഗതി ആയതോ, പക്ഷെ ഇപ്പൊ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ട മട്ട, എന്തോ മറവി സംഭവിച്ച പോലെ. ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ടും ഇല്ലാത്ത പോലെയാണ് വിനീതിന്റെ പെരുമാറ്റം. വിനീതിന്റെയും ജിബിന്റെ അനുജന്റെയും ഒക്കെ ഒരു പഴയ പ്രൊഫസറുണ്ട്, ഡോക്ടർ അരുൺദത്ത്. പ്രശസ്തനായ ഒരു ആസ്ട്രോളജർ കൂടിയാണ് അദ്ദേഹം. പാരാസൈക്കോളജിയിൽ രണ്ടുപേരും അരുൺദത്തിന്റെ കീഴിൽ നിരവധി പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട്. അരുൺദത്തിനോട് സംസാരിക്കായിരുന്നു ജിബിൻ. കുറച്ചു ദിവസമായി വിനീതിൽ ഉദാസീനത കാണുന്ന ജിബിൻ വിനീതിനോട് പലതവണ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും തൃപ്തികരമായ മറുപടിയൊന്നും അവരിൽ നിന്ന് ലഭിച്ചില്ല. വിനീതിനെന്തോ പ്രശ്നം പറ്റിയ പോലെ ജിബിന് തോന്നി. തന്നെ സഹായിക്കാൻ ഇപ്പോൾ അരുണിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ മനസ്സിലായതുകൊണ്ടാണ് അയാളെ നേരിട്ട് കണ്ടത് സംസാരിച്ചു. ജിബിൻ പറഞ്ഞെല്ലാം ശ്രദ്ധയോടെ കേട്ട് അതൊന്നുകൂടെ അരുൺ റീവൈൻഡ് ചെയ്തു. അന്നത്തെ അപകടം കഴിഞ്ഞതിന് ശേഷമാണല്ലേ ഇങ്ങനെ ആയത്? അതെ ഡോക്ടർ, അതിനുശേഷം അവൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത്? അന്ന് ICUയിൽ വെച്ച് ബോധം വീണപ്പോഴേ വിനീത് പറഞ്ഞിരുന്നു കേസാക്കണമെന്ന്. ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ന്യൂസ് ഒന്നും പുറത്ത് സ്പ്രെഡ് ആവണമെന്ന് എഴുതിയിട്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിച്ച്. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല. തനിക്ക് അങ്ങനെ അപകടം ഉണ്ടായെന്ന് പോലും അവന് ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അവൻ തിരക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയതും പിന്നീട് ഹോസ്പിറ്റലിൽ കിടന്നും അങ്ങനെയെല്ലാം വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ട്. അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ, അതാണ് അവനിൽ നിന്ന് മിസ്സിംഗ് ആയി പോയിട്ടുള്ളത്. ഡോക്ടർക്ക് അറിയാലോ, എൻ്റെ അനിയനെ പോലെ തന്നെയാണ് എനിക്ക് അവനും. അതാണ് ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം എടുക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒന്നിനും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ് കക്ഷി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നി. അതാണ് ഞാൻ ഡോക്ടറെ തേടി പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. അരുൺദത്തൊന്ന് അമർത്തി മൂളി. ആ പെൺകുട്ടിയുടെയും തറവാടിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ ജിബിൻ്റെ കയ്യിൽ? അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിനീതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. വണ്ടിയിലിരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം. ജിബിൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ കാറിൽ നിന്ന് കേസ് ഫയൽ എടുത്തുകൊണ്ട് വന്ന് അരുണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അരുൺ അതെടുത്ത് അതിൻ്റെ ഓരോ പേജുകളായി മറിച്ച് വായിച്ചു നോക്കി. ഓരോ പേജ് മറിക്കുന്നതോറും എന്തോ അന്വേഷിച്ച് കണ്ടെത്തിയ പോലെ അരുണിൻ്റെ കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു. എനിക്കൊന്ന് വിനീതനെ കാണാൻ ജിബിൻ. അതിനുമുമ്പ് എനിക്ക് എൻ്റെ ഗുരുവിനെ കൂടെ ഒന്ന് കാണാനുണ്ട്. ഗുരുവിനെ കണ്ടതിന് ശേഷം ആവശ്യമാണെങ്കിൽ അദ്ദേഹത്തെയും കൂടി നമുക്ക് വിനീതിൻ്റെ അരികിലേക്ക് പോവാം. ശരി ഡോക്ടർ. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ജിബിൻ ഡോക്ടർ അരുണിൻ്റെ കൂടെ ഇറങ്ങി. സിദ്ധാർത്ഥിനെ അന്ന് രാത്രി തന്നെ ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇടത് കൈ പൂർണ്ണമായി അവൻ്റെ തളർന്നു പോയിരുന്നു. അവനെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച ഡോക്ടർമാർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വിവരം പറഞ്ഞ് അവൻ്റെ മറ്റു ഫ്രണ്ട്സുകൾ കൂടി അവിടേക്ക് എത്തി. ഈ കൈയും വെച്ച് ഇനി ജോലി ചെയ്യാൻ സാധ്യമാവില്ലെന്ന് അവന് തോന്നി. റീസൈൻ ലെറ്റർ അപ്പോൾ തന്നെ അവൻ മെയിൽ ചെയ്തു. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പോകുന്ന മനസ്സോടെയല്ല, ഇപ്പം ഇതുകൂടെ ആയപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്നായി. ഇനിയുള്ള ചികിത്സ നാട്ടിൽ വെച്ച് മതിയെന്ന് തീരുമാനിച്ചെങ്കിലും 2 ദിവസം കൂടി ഒബ്സർവേഷൻ കിടക്കാനായി ഹോസ്പിറ്റൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടപ്പോൾ അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നാട്ടിലേക്ക് ചെന്നാൽ അവരൊക്കെ വല്ലാതെ വിഷമിക്കും. എന്തെങ്കിലും കുറച്ച് മാറ്റം ഉണ്ടായാലോ എന്ന് കരുതി അവരും അങ്ങനെ തന്നെ മതിയെന്ന് വെച്ചു. തൽക്കാലം മേഘയെ വിളിക്കാനും സംസാരിക്കാനും അവന് തോന്നിയില്ല. തൻ്റെ സ്വരത്തിൽ ചെറിയൊരു സങ്കടം പോലും അവൾ മനസ്സിലാക്കിയെടുക്കും. എങ്ങനെ പറയും അവളോട് താനിത്? അവൾ സങ്കടപ്പെടില്ലേ? അച്ഛൻ, അമ്മ, മേഘ, എല്ലാവരുടെയും മുഖം അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു. അവരെ ഓർക്കുന്തോറും സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധാർത്ഥ് പോയിട്ട് 1 ദിവസം കഴിഞ്ഞിരിക്കുന്നു. മേഘ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. എന്തോ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും ഒക്കെ വല്ലാത്ത ദൈർഘ്യമുള്ള പോലെ. ഇന്നലെ രാത്രി വിളിച്ചതാണ്. വെക്കുമ്പോൾ രാവിലെ തന്നെ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ രാവിലെ 10 മണിയായിട്ടും സിദ്ധാർത്ഥ് വിളിച്ചില്ല. കുറച്ച് ദിവസം എത്തി റീജോയിൻ ചെയ്യുകയല്ലേ, അതിൻ്റെ വല്ല തിരക്കിലായിരിക്കും കരുതി മേഘ അങ്ങോട്ട് വിളിക്കാനും പോയില്ല. തലേന്ന് തന്നെ പരമേശ്വരൻ അമ്മുവിനെയും അപ്പുവിനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവർക്ക് 2 ദിവസം കഴിഞ്ഞാൽ പരീക്ഷ തുടങ്ങും. എന്നാൽ ഒരു ദിവസം മേഘയുടെ കൂടെ നിൽക്കാമെന്നവർ പറഞ്ഞു. സുജാതയും മേഘയും കൂടെ രേണുകയുടെ ദേഹമൊക്കെ തുടപ്പിക്കുകയായിരുന്നു. അത് കഴിക്കാനായപ്പോഴാണ് പരമേശ്വരൻ മുറിയിലേക്ക് കയറി വന്നു. മിക്കപ്പോഴും അയാൾ രേണുകയുടെ മുറിയിൽ തന്നെയായിരിക്കും. അധികം ആരോഗ്യമില്ലാത്ത മേഘ രേണുകയെ പൊക്കാനും തിരിക്കാനും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് പരമേശ്വരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുജാതേ, ഒരു പുതിയ ജോലിക്കാരെ നോക്കുന്ന കാര്യം എന്തായി? സുജാതയോടും പറമ്പിലെ പണിക്കാരോടും അങ്ങനെ കാണുന്നവരോടൊക്കെ പറ്റിയൊരു ജോലിക്കാരെ വീട്ടിലേക്ക് കൊണ്ടുവരാനായി അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യോജിച്ച ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ 3-4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കാൻ, സുജാത താഴ്മയോടെ പറഞ്ഞു. നാട്ടിലൊന്നും ജോലിക്കാരെ കിട്ടായിട്ടല്ല, പക്ഷെ തറവാടിലേക്ക് പറ്റിയ ആളെ കൊണ്ടുവരണം. ഉഷയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ ഒരു തെറ്റിനി സംഭവിക്കാൻ പാടില്ല. രേണുകയുടെ നൈറ്റ് മാറ്റി വേറും ധരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മേഘ ആകെ കുഴഞ്ഞു പോയിരുന്നു. ഇനി മുറിയൊന്ന് അടിച്ചുടച്ച് വൃത്തിയാക്കാനുണ്ട്. ദിവസം 2 നേരം അല്ലെങ്കിൽ 3 നേരം ലോഷൻ ഒഴിച്ച് മുറി നന്നായി തുടച്ച് വൃത്തിയാക്കും. മേഘ ബക്കറ്റിൽ ലോഷനും മോപ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ സുജാത പിടിച്ചു വാങ്ങി. ഇത് ചേച്ചി ചെയ്തോളാം, മോള് പോയിക്കോ. അത് സാറിന് ചേച്ചിക്ക് ഒരുപാട് ജോലികളില്ലേ, ഞാൻ ചെയ്തോളാം.
അതൊന്നും സാരമില്ല, ജോലി ചെയ്യാനല്ലേ ഞാനിവിടെ നിൽക്കുന്നു. മോള് കുറച്ച് ദിവസം കൊണ്ട് വല്ലാണ്ടായിട്ടുണ്ട്. പോയി കുറച്ചു നേരം കിടക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്ക്. മുഖത്ത് വല്ലാത്ത വിളർച്ചയും ക്ഷീണവും ഉണ്ട്. സുജാത അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ മേഘക്ക് തലകറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ശരിയാണ്, സുജാത ചേച്ചി പറഞ്ഞു. കുറച്ച് ദിവസമായി വല്ലാത്ത ക്ഷീണമാണ്. ഏതു നേരവും കിടക്കാൻ തോന്നും, വിശക്കുന്ന പോലെ തോന്നും. പക്ഷെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. ഇനിയൊന്ന് കുളിക്കണം, രാവിലെ കുളിക്കുന്നതാണ്. ഇന്ന് എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ അമ്മയുടെ ജോലികൾ കഴിഞ്ഞിട്ട് ആവാന്ന് വെച്ചു. തലനിറയെ എണ്ണ ഉരുട്ടി കുളിക്കാനായി അലമാരിൽ നിന്ന് വസ്ത്രങ്ങൾ എടുക്കുന്ന നേരത്താണ് ഒരു പൊതി താഴോട്ട് വീഴുന്നത്. നോക്കുമ്പോൾ സാനിറ്ററി പാഡാണ്. അത് തിരിച്ച് അതുപോലെ എടുത്തു വെക്കുന്ന നേരത്താണ് മേഘക്ക് പെട്ടെന്ന് മിന്നൽ പോലെ എന്തോ ഓർമ്മ വന്നത്. ചെന്നൈയിൽ വെച്ച് തന്നെ ഡേറ്റ് തെറ്റിയിരുന്നു. ഒന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ട് സിധുവേനോട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. അന്ന് രാവിലെയാണ് അമ്മയ്ക്ക് അപകടം പറ്റിയതും നാട്ടിലേക്ക് പോകുന്നതും. ഇവിടുത്തെ അപകടങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കാര്യം തന്നെ വിട്ടുപോയി. ഇപ്പോഴും ചെന്നൈയിൽ നിന്ന് മേടിച്ചു വെച്ച പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് തന്റെ ബാഗിൽ ഇരിപ്പുണ്ട്. ഒരു തവണ സംശയം പറഞ്ഞപ്പോൾ സിധുവേട്ടൻ തന്നെ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ മാസം മെൻസസ് ആയിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഒട്ടും താമസിക്കാതെ അവൾ തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ടെസ്റ്റ് കിറ്റുമായി ബാത്റൂമിലേക്ക് കയറി. കുറച്ച് സമയത്തിന് ശേഷം 2 പിങ്ക് ലൈനുകൾ ആ കാർഡിൽ തെളിഞ്ഞു കണ്ടപ്പോൾ തന്റെ ദേഹം ആ കുളിരി കോരുന്ന പോലെ മേഘക്ക് തോന്നി. സിധുവേട്ടൻ ഇപ്പോൾ തന്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവനെ വിളിക്കാനായി മേഘ ഫോൺ കയ്യിലെടുത്തു. അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവൾ ഫോൺ തിരികെ എടുത്തു വെച്ചു. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ വരുമല്ലോ, അപ്പൊ നേരിട്ട് പറയാം. ആ മുഖത്തെ സന്തോഷം തനിക്ക് നേരിട്ട് കാണണം. തന്നെയും സിധുവിന്റെ ഒരു കുഞ്ഞു ജീവൻ ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. മേഘ ചിരിച്ചുകൊണ്ട് കരഞ്ഞ് തന്റെ വയറിൽ പതിയെ തലോടി. സിദ്ധാർത്ഥിനോട് പറയാതെ വേറെ ആരോടും പറയേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. ആ ടെസ്റ്റ് കാർഡ് ഭദ്രമായി ചെറിയ ബോക്സിൽ വെച്ചതിന് ശേഷം അവൾ തന്റെ ബാഗിലേക്ക് എടുത്തു വെച്ചു. വൈദേഹി, തറവാട്ടിൽ നിന്ന് നീ വല്ല വിവരം അറിഞ്ഞോ? സിദ്ധാർത്ഥിന് എന്തെങ്കിലും അപകടം പറ്റിയെന്ന വാർത്ത തറവാട്ടിൽ നിന്ന് കേൾക്കാനായി കാത്തിരിക്കായിരുന്നു വൈദേഹി. അപ്പോഴാണ് ഭൈരവൻ വന്നങ്ങനെ ചോദിച്ചത്. ഇല്ല ചാ, ഒന്നും അറിഞ്ഞിട്ടില്ല. മിക്കവാറും ഇന്നലെ ചെയ്ത പണിയുണ്ട്, അവന് ഓർമ്മ പോലും നഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ടാവും. വൈദേഹി ചിരിയോടെ പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ ആശങ്കയുണ്ടായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച വിദ്യകളാണ് തന്റെ കയ്യിലുള്ളത്. 7 ചരടിന്റെ പരിപാടി വളരെ കടുത്തതാണ്. അതിൽ ഒന്നഴിച്ചാൽ തന്നെ അവൻ തളർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല. എന്തോ വിരലിന് മാത്രമേ ഒടിവ് പറ്റിയുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെയല്ല വരേണ്ടത്. അതെന്താണാവോ അങ്ങനെ? ഭൈരവനെ നോക്കുമ്പോൾ അയാൾ എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ്. വൈദേഹി, ഞാനന്ന് തന്ന ഭസ്മം നീ അവന് കൊടുത്തില്ലേ? കൊടുത്തിരുന്നു. 4-5 ദിവസം മുമ്പ് അച്ഛനെ ഏൽപ്പിച്ചാണ് ഭസ്മം. എങ്ങനെയെങ്കിലും അത് സിദ്ധാർത്ഥിന്റെ വയറ്റിലേക്ക് എത്തിക്കണമെന്നും പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാതായപ്പോൾ അമ്മമ്മയുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ചു. ഒരമ്പലത്തിൽ പ്രത്യേകം പൂജിച്ച ഭസ്മമാണ് സിദ്ധു മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും പ്രത്യേകം അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു. താൻ തന്നാണെന്ന് അവനോട് പറയേണ്ടെന്ന് രേണുക്ക് വേണ്ടി പൂജിച്ച ഭസ്മമാണെന്നും അവനോട് പ്രത്യേകം പറയണമെന്നും അമ്മമ്മയോട് പറഞ്ഞിരുന്നു. സിദ്ധുവിന് സംശയമൊന്നും തോന്നാതിരിക്കാൻ താൻ അവിടുന്ന് പെട്ടെന്ന് പോരുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം അമ്മമ്മയോട് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിന് കൊടുത്തെന്നും കുറച്ച് കഴിച്ചെന്നും വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ഭസ്മമല്ലേ, കുറച്ച് കഴിച്ചാലും മതിയും താനും കരുതി. ഇനിയിപ്പോൾ അത് മുഴുവൻ കഴിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമാവോ? അച്ഛനോട് ചോദിക്കാൻ വിട്ടുപോയി. അത് കൊടുത്തെന്താ സംഭവിക്കുക? വെറും ഭസ്മല്ലേ. അവനെന്തെങ്കിലും ആപത്ത് വരാൻ ഇങ്ങനെയുള്ള കൂടോത്ര പരിപാടികൾ ചെയ്താൽ പോരെ? അതിനെപ്പറ്റി എനിക്കും പിടിയില്ല വൈദേഹി. അതൊക്കെ നമുക്ക് അദ്ദേഹം തരുന്നല്ലേ. അപ്പൊ അച്ഛൻ ഡോക്ടറോട്? വൈദേഹി എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ഭൈരവന് ഉറക്കെ അലറി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റി നമുക്കിടയിൽ ഒരു സംസാരം വേണ്ടെന്ന്. അദ്ദേഹം പറയും, നമ്മൾ അതുപോലെ ചെയ്യും. മലിരൂപിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ അദ്ദേഹം. അദ്ദേഹം എന്തു തരുന്നു, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്നും തിരക്കേണ്ട കാര്യമില്ല. ഇനി എന്നെ കൊണ്ട് നീ ഇത് പറയിപ്പിക്കരുത്. ഭൈരവന്റെ അങ്ങനെ ഒരു മുഖം ഇടയ്ക്ക് വല്ലപ്പോഴുമേ കണ്ടിട്ടുള്ളൂ. അതും ഇങ്ങനെ ഒരാളെക്കുറിച്ച് സംസാരം വന്നാൽ മാത്രം. അറിയാം, അച്ഛനെ അയാളുടെ ആജ്ഞാനുവർത്തിയാണ്. പുണ്യബലിക്കും അല്ലാത്ത ബലിക്കും തങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. അദ്ദേഹം കാരണമാണ് തങ്ങൾക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്നുവരെയും ആളുടെ മുഖം കണ്ടിട്ടില്ല. എപ്പോഴും മുഖം മറച്ചിട്ടാണ് അദ്ദേഹം എത്താറുള്ളത്. അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോൾ ചെറിയൊരു അമർഷം തോന്നിയെങ്കിലും പിന്നെ അവളൊന്നും മിണ്ടിയില്ല. തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ട് വേണം ജീവനെ വിളിക്കാനും അവനെ നാടുകടത്താനും. ഉച്ചതിരിഞ്ഞോടെ ജീവനും ഡോക്ടർ അരുണദത്തിന്റെ ഗുരുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഗുരു ആദിത്യവർമ്മയുടെ വീട്. പല നിറത്തിലുള്ള പൂക്കളാൽ സമൃദ്ധമായ ഭംഗിയുള്ള പൂന്തോട്ടത്തിന് നടുവിൽ ഒറ്റനിലയിൽ പണി കഴിപ്പിച്ച ആ വീട് അതിമനോഹരമായിരുന്നു. അവിടെയുള്ള പൂക്കളിൽ പകുതിയുടെ പകുതി പോലും ജിബിൻ എവിടെയും കണ്ടിട്ടില്ല. വീടും ചുറ്റുപാടുമൊക്കെ ആസ്വദിച്ച് ജിബിൻ അരുണിന്റെ പിന്നാലെ വീട്ടിലേക്ക് കയറി. ആരാ? കോളിംഗ് ബെൽ അടിച്ചപ്പോൾ 50 വയസ്സിന് മേൽ പ്രായം വരുന്ന ഒരാൾ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു. ഗുരു പറഞ്ഞിട്ട് വന്ന അരുൺദത്ത് വന്നത് പറഞ്ഞാൽ മതി. ആണോ? കയറിയിരിക്കൂ. പ്രസന്നമായ ചിരിയോടെ അയാൾ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. ആ, അരുൺ താനെത്തിയോ?
ചുമരിലെ പെയിന്റിങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന നേരത്താണ് ഗാംഭീര്യമാർന്നൊരു സ്വരം ജിബിൻ കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അരുൺ ബഹുമാനപൂർവ്വം ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്ന കണ്ടു. കുറച്ചുകൂടെ നീങ്ങിയപ്പോഴാണ് ആള് ജിബിൻ കാണുന്നത്. നീണ്ടു വെളുത്ത മുടിയും നീണ്ടു വെളുത്ത താടിമീശയും വട്ടമുഖം 6 അടിയോളം ഉയരം, വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഐശ്വര്യം തോന്നിപ്പിക്കുന്ന മുഖം, കാഴ്ചയിലെ ഒരു സാത്വികനായ മനുഷ്യൻ. ഗുരു, ഇത് ജിബിൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, എനിക്ക് മനസ്സിലായി. ഇരിക്കും. രണ്ടാളോട് ഇരിക്കാനായി പറഞ്ഞുകൊണ്ട് ഗുരു അവർക്ക് നേരെ എതിർവശത്തായിരുന്നു. മോഹന, കുടിക്കാനെന്തെങ്കിലും കൊണ്ടുപോയോ? അകത്തേക്ക് നോക്കി ഗുരു വിളിച്ചു പറഞ്ഞു. പറയൂ അരുൺ, എന്താണ് പ്രശ്നം? അരുണും ജിബിനും കൂടെ വിനീതിനെ പറ്റി തങ്ങൾക്കറിയാവുന്നെല്ലാം ഗുരുവിനോട് പറഞ്ഞു. ജിബിൻ തന്റെ കയ്യിലിരിക്കുന്ന കേസ് ഫയൽ ഗുരുവിന് നേരെ നീട്ടി. അദ്ദേഹം അത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. ഒരു പുഞ്ചിരിയോടെയാണ് അദ്ദേഹം അത് വായിച്ചു തീർത്തത്. ഗുരു, ഇത് നമ്മുടെ പഴയ കേസുമായിട്ട് ബന്ധമില്ലേ? ഉവ്വ് അരുൺ, നല്ല ബന്ധമുണ്ട്. താങ്കൾ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഊഹിച്ചിരുന്നു. ഗുരു ജിബിന്റെ നേർക്ക് തിരിഞ്ഞു. ഒറ്റനോട്ടിൽ തന്നെ ജിബിന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസക്കുറവ് ഗുരുവിന് മനസ്സിലായി. പറയൂ ജിബിൻ, താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? വിനീതിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത് പിന്നെ ഗുരു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള അമാനുഷിക ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ എങ്ങനെ വിനീതിന് അപകടം സംഭവിച്ചു? എങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടു? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ആ പെൺകുട്ടി എന്തോ മന്ത്രക്കളി കളിക്കുന്നുണ്ട്. ജിബിൻ പറഞ്ഞു കേട്ട് ഗുരു ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഇത്രയും വിദ്യാഭ്യാസമുള്ള താങ്കളെ ഇങ്ങനത്തെ മണ്ടത്തിൽ എഴുന്നള്ളിച്ച ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥയോർത്ത് എനിക്ക് സഹതാപം തോന്നുക. ജിബിൻ, നമ്മളൊക്കെ മനുഷ്യരാ, വെറും മനുഷ്യർ. നമുക്കൊന്നും ഒരു അമാനുഷിക കഴിവുമില്ല. നിങ്ങൾ ഈ പറയുന്ന ആ പെൺകുട്ടിക്ക് അവളുടെ അച്ഛനും യാതൊരു കഴിവുമില്ല. ജിബിന് ഗുരു പറയുന്നതായിട്ട് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. കാരണം അയാളുടെ വിശ്വാസങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ പിന്നെ പന പോലെ നിന്നിരുന്ന വിനീതിന് എങ്ങനെ ഓർമ്മക്കുറവ് സംഭവിച്ചു? അതും കുറച്ച് മണിക്കൂറുകൾ സംഭവിച്ച കാര്യങ്ങൾ മാത്രം എങ്ങനെ അവന്റെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു? ജിബിൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ജിബിൻ ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. ഗുരു ജിബിന്റെ കണ്ണുകളിലേക്ക് നോക്കി അതിമനോഹരമായി പുഞ്ചിരിച്ചു. ജിബിന് ഗുരുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ഗുരുവിന്റെ കണ്ണുകൾ തന്നിലേക്ക് ഇറങ്ങുന്നത് പോലെയൊരു തോന്നൽ. അടുത്ത നിമിഷം താനേതോ ഗർത്തത്തിൽ അകപ്പെടുന്ന പോലെ ജിബിന് തോന്നി. തല കറങ്ങുന്ന പോലെ. ജിബിൻ കണ്ണുകളടച്ച് സോഫയിലേക്ക് ചാരിക്കിടന്നു. എഴുന്നേൽക്കണമെന്നുണ്ട്, പക്ഷെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ജിബിൻ പിന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ തളർന്ന് അങ്ങനെ തന്നെ കിടന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും വൈദേഹിക്ക് വെപ്രാളമായി തുടങ്ങി. ഇവൻ പണ്ടാരടങ്ങി എന്താ വാർത്തയൊന്നും എത്താത്തത്? അവൾ സ്വയം പിറുപിറുത്ത് വീണാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. സമയം വളരെ കുറവാണ്. ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. പുണ്യബലിയിലേക്ക് സമയം വൈകുന്തോറും തനിക്ക് വച്ചനും നാശങ്ങൾ വന്നുകൊണ്ടിരിക്കും. തീരെ നിൽക്കക്കളിയില്ലാതെയായപ്പോൾ അവൾ തറവാട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നാൽ എന്തെങ്കിലും അറിയാൻ പറ്റിയേക്കും. മേഘയുടെ അനിയത്തി പെൺകുട്ടികളുണ്ട് അവിടെ. വൈദേഹി കണ്ടപ്പോൾ വീണ്ടും പൂമുഖത്തിരുന്ന് പഠിച്ചിരുന്ന രണ്ടെണ്ണം കൂടെ അവളോടൊന്ന് ചിരിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഈ ജന്തുക്കൾ എന്തിനാ ഇവിടെ വന്നിക്കുന്നത്? ആള് കൂടുന്നവർ ചെയ്യാനുള്ള പണിയുടെ റിസ്ക്കും കൂടും. നാളെ കൂടെ നോക്കട്ടെ. നാളെ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറപ്പിക്കണം. അമ്മമ്മയെ സോപ്പിട്ട് കുറെ നേരം ചുറ്റിപ്പറ്റിയെന്നെങ്കിലും സിദ്ധാർത്ഥിന് എന്തെങ്കിലും പറ്റിയെന്ന വാർത്തയെന്ന് അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടി അവിടെ തിരിഞ്ഞടന്ന് രേണിയെന്ന് എത്തിച്ചോയി പുറത്തേക്ക് നടക്കുമ്പോഴാണ് മുൻവശത്തെ ചാരുപടിയിൽ നിന്ന് ഫോൺ ചെയ്യുന്ന മേഘയെ കണ്ടത്. ആളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുണ്ട്. അത് കണ്ടപ്പോൾ വൈദേഹിക്ക് അടുത്ത അസൂയ തോന്നി. താനിങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്നു. അവളിരുന്ന് ചിരിക്കുന്നു. അവൻ ചത്തെന്ന വിവരം അറിയുമ്പോൾ കഴിയൊടി നിന്റെ ചിരിയൊക്കെ. വീഡിയോ കോളാണ് വിളിക്കുന്നത്. ആരോടാണോ എന്നറിയാൻ വൈദേഹി ഒന്ന് എത്തി നോക്കി. നോക്കുമ്പോൾ സിദ്ധാർത്ഥാണ്. അവന്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോൾ വൈദേഹി ഒന്ന് പകച്ചു പോയി. അപ്പൊ ഇവനൊന്നും പറ്റിയിട്ടില്ലേ? ഇവൻ ചിരിച്ചിട്ടൊക്കെയാണ് വർത്താനം പറയുന്നത്. അപ്പൊ തന്റെ 7 ചരടും പ്രതിമയും. അങ്കിലാപ്പോടെ വൈദേഹി വീടിന്റെ ഉള്ളിലേക്ക് കയറി പടിഞ്ഞാറ് ഭാഗത്തൂടെ മുറ്റത്തേക്ക് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് നടന്നു. ഇതെന്ത് മറിമായാണ്? ശരിക്കും ഫലിക്കുന്ന പരിപാടിയാണിത്. അനുഭവമുള്ളതാണ്. അച്ഛൻ പണ്ടിങ്ങനെ പ്രവൃത്തി ഒരാളെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടക്കാരൻ. അയാൾ വലിയ ന്യായം കളിക്കാൻ നിന്ന അച്ഛൻ അയാൾക്കിട്ട് നല്ല പണി കൊടുത്തു. ആദ്യം ഡോക്ടർ എന്ന പൊടിയാൾക്ക് വീട്ടിൽ വിളിച്ചെടുത്തി ജ്യൂസിൽ കലക്കി കൊടുത്തു. അതിനുശേഷമാണ് ചരടും പ്രതിമയും വെച്ചുള്ള പണി തുടങ്ങിയത്. കറക്റ്റ് 7 ദിവസമായപ്പോഴേക്കും അയാൾ പരലോകത്തേക്കും പോയി. അതുകൊണ്ട് തന്റെ പ്രവൃത്തിയിൽ വിശ്വാസക്കുറവൊന്നുമില്ല. ഉറപ്പായിട്ടും ആൾ തട്ടിപ്പോയിരിക്കും. നല്ല ആരോഗ്യവാനാണെങ്കിൽ തളർന്ന് കിടക്കെങ്കിലും ചെയ്യും. തനിക്കിപ്പോൾ അതായാലും മതി. ദേഷ്യം കൊണ്ട് കണ്ണു കാണാതായ വൈദേഹി വീട്ടിലേക്ക് ചെന്ന് തന്റെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥന്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു സിദ്ധാർത്ഥ്. അധിക നേരമൊന്നും മേഘയെ വിളിക്കാതിരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവൾ വിളിച്ച് സംസാരിക്കായിരുന്നു. ഇതുവരെയും തനിക്ക് പറ്റിയ അപകടം അവൾ അറിയിച്ചിട്ടില്ല. എന്നാലും 2 ദിവസം കഴിയുമ്പോഴേക്കും നാട്ടിലേക്ക് എത്തുമല്ലോ, അപ്പൊ പറയാന്ന് കരുതി. അപ്പോഴാണ് വൈദേഹിയുടെ കോള് മൊബൈലിലേക്ക് വരുന്നത് കണ്ടത്. എന്ത് പണ്ടാരാണാവുന്ന കരുതിയെങ്കിലും ഇനി വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്താണെന്ന് അറിയാനായി മേഘയോട് കാര്യം പറഞ്ഞ് അവളുടെ കോൾ കെട്ടിയ സിദ്ധാർത്ഥ് വൈദേഹിയുടെ ഫോൺ എടുത്തു. നീ ഇതുവരെ ചത്തില്ലേടാ? കോപം മന്തിയാക്കി അവളുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു. ഇല്ലടി, ചത്തിട്ടില്ല. നിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ചാവുകയുള്ളൂ. എന്തേ
കാര്യം എന്താണെന്നും മനസ്സിലായില്ലെങ്കിലും സിദ്ധാർത്ഥ അവൾക്കൊപ്പം തന്നെ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് ചേറി. അവന്റെ മറുപടി വൈദേഹി ഒന്നുകൂടെ ദേഷ്യത്തിൽ ആഴ്ത്തിയതേയുള്ളൂ. ചത്തിട്ടില്ലെങ്കിൽ അടുത്തന്നെ നീ ചാവിടാ. അതിനുള്ള പണിയൊക്കെ ചെയ്തു വെച്ചിട്ടാ നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. അടയാളം വെച്ചത് എനിക്ക് ഇനി 5 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നിന്റെ കാര്യം തീരുമാനമായിരിക്കും. നീ പോടിയോടുന്ന് നിന്റെ ഒരു കൂടോത്രം. അവിടേക്ക് വന്നിട്ട് നിന്നെ ഞെക്കി കൊന്നിട്ടുള്ളൂ ബാക്കി കാര്യം. ഫോൺ വെച്ചിട്ട് ഓടി. സിദ്ധാർത്ഥ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവളോട് അത്രയും പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ ആശങ്കാകുലനായിരുന്നു. അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈദേഹിയുടെ അച്ഛൻ ഭൈരവൻ എന്തോ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. അമ്മയ്ക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടത്രേ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും താനും പൂച്ചിച്ച് തള്ളിയിട്ടേ ഉള്ളൂ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.